ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം. ഇതിനുശേഷം ഈശോയുടെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും ഈശോയുടെ കൂടെ നടന്നില്ല. ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പത്തെക്കുറിച്ച് നൽകിയ വിശദീകരണം അത് മനസ്സിലാക്കാൻ പറ്റാതെ ഇത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വചനമാണ് എന്ന് പറഞ്ഞ് അനേകർ ഈശോയിൽ നിന്ന് വിട്ടുപോകുന്നത് ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നു. ചിലർ ഈശോയുടെ കൂടെ നടന്നത് അത്ഭുതങ്ങൾ കാണാനും അതിൽ നിന്നുണ്ടാകുന്ന ഭൗതിക നന്മകൾ അവരുടെ മനസ്സിനെ ആകർഷിച്ചിരുന്നതുകൊണ്ടുമാണ്. ഒരുപക്ഷെ അവർക്ക് അപ്പം കിട്ടി, അവർക്ക് രോഗസൗഖ്യം കിട്ടി, അവർ അത്ഭുതങ്ങൾ കണ്ടു, അവർ വലിയ വലിയ കാര്യങ്ങൾ കേട്ടു. അവർ ഈശോയെ ഒരു അത്ഭുത പ്രവർത്തകനായി കണ്ട് ഈശോയിൽ നിന്ന് എന്തൊക്കെങ്കിലുമൊക്കെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കൂടെ നടന്നവരാണ്. യഥാർത്ഥ ദൈവത്തെ, ദൈവപുത്രനായി വന്ന ഈശോയെ, ക്രിസ്തുവിനെ അങ്ങനെയുള്ളവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. നമ്മുടെയും ദുരിതങ്ങളുടെ കാലത്ത്, വിഷമങ്ങളുടെ ഘട്ടങ്ങളിൽ ഈശോയെ ദൈവമായി കണ്ട് വിശ്വസിക്കാനും സ്വീകരിക്കാനും നമുക്ക് പറ്റുന്നുണ്ടോ? അതെയോ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ ചെല്ലുന്ന, കാര്യം കാണാൻ വേണ്ടി മാത്രം കൂടെ നടക്കുന്ന ഈശോയിൽ വിശ്വസിക്കുന്നവരാണോ നമ്മൾ? പ്രാർത്ഥിച്ചത് ലഭിക്കാതെ വരുമ്പോഴും ദൈവത്തിൽ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കാനും എൻ്റെ ജീവിതത്തിൽ തക്ക സമയത്ത് വേണ്ടിടത്ത് ദൈവം വേണ്ടതുപോലെ ഇടപെട്ടുകൊള്ളും എന്ന് വിശ്വസിക്കാനും നമുക്ക് പറ്റുന്നുണ്ടോ? ആത്മീയമായൊരു വളർച്ചയുടെ സൂചനയാണത്. ഇന്നലെ നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ മർത്തായുടെ ആ വാക്യം പോലെ, നീ പിതാവിനോട് ചോദിക്കുന്നതൊക്കെ നൽകുമെന്ന് എനിക്കറിയാം. സഹോദരൻ മരിച്ച് മണ്ണിനടിയിൽ കിടക്കുമ്പോഴും ദൈവപുത്രനായി ഈശോയെ കാണുമ്പോൾ മർത്തായുടെ വാക്കുകൾ അങ്ങനെയാണ്. മണ്ണിനടിയിൽ സഹോദരൻ പോയാലും നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, പിതാവിനോട് പ്രാർത്ഥിച്ചാൽ അത് ഒന്നും അസാധ്യമല്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള വിശ്വാസത്തിലേക്ക് വളർന്ന മർത്തായെ പോലെ നമ്മുടെ ജീവിതത്തിലും നല്ല അവസരങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൽ കാര്യങ്ങൾ പ്രതികൂലമാകുന്ന അവസരത്തിലും ദൈവത്തോട് വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉള്ളിൽ നിന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ദൈവമേ, ജോബിനെ പോലെ പറയാൻ സാധിക്കുന്നുണ്ടോ? ദൈവമേ, ഇപ്പോഴും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവെന്ന്. ആമേൻ.